യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 23 വ്യാഴം. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി ലഭിച്ചിരിക്കുന്ന സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങളാണ്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്നതാണ് അതിൻ്റെ തലക്കെട്ട്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. ഇതാണ് ഇതിൻ്റെ സാരാംശം എന്ന് പറയുക. നമുക്ക് വളരെ പ്രയാസം നിറഞ്ഞ ഒരു വാക്കുകളാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന്. യേശുക്രിസ്തു ഇങ്ങനെ പറയുവാനുള്ള കാരണം, പഴയ നിയമത്തിലെ പഴയ ഉടമ്പടി പ്രകാരം ഒരുവൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതാണ് ഇസ്രായേലിലെ ഉടമ്പടി കുടുംബത്തിലുള്ള സകലരെയും സ്നേഹിക്കുക എന്നതുമാണ് ഉടമ്പടി പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുക. എന്നാൽ യേശു നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ചെറിയ ഈ ഒരു സമൂഹത്തെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തെ മാത്രമല്ല, നിങ്ങളുടെ അയൽക്കാരെ മാത്രമല്ല സ്നേഹിക്കേണ്ടത്, മറിച്ച് നമ്മുടെ ശത്രുക്കളെ കൂടെ സ്നേഹിക്കുക എന്നുകൂടെയാണ് യേശുക്രിസ്തു പഠിപ്പിച്ചു വയ്ക്കുക. അതിനർത്ഥമെന്ന് പറയുന്നത്, എനിക്ക് ഈ ലോകത്ത് ആരും തന്നെ ശത്രുവായിട്ടില്ല, എല്ലാവരും മിത്രങ്ങളാണ്, എല്ലാവരും സ്നേഹിതന്മാരാണ് എന്നാണ് യേശുക്രിസ്തു ഇവിടെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു വയ്ക്കാം. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് എൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നൽകും. എന്നാൽ അത് സ്നേഹിതൻ അല്ല എങ്കിൽ ഞാൻ പലതും നൽകുവാനായിട്ട് ഒരു വിസമ്മതം കാണിക്കും, മടി കാണിക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ക്രിസ്തു പഠിപ്പിക്കുന്നത്, എൻ്റെ ഉള്ളിലുള്ള നന്മ മറ്റുള്ളവർക്ക് നൽകണമെങ്കിൽ എനിക്ക് എല്ലാവരും മിത്രങ്ങളായി മാറണം എന്നതാണ്. ഇവിടെ ആയിരിക്കുന്ന നാം എല്ലാവരും, ഇത് ശ്രവിക്കുന്ന എല്ലാവരും, നമ്മുടെ എല്ലാവരും മിത്രങ്ങളാണ് എങ്കിൽ നമുക്കെല്ലാവർക്കും എല്ലാം നൽകുവാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോട് ഒരാൾ ചെറിയൊരു സഹായം ചോദിച്ച് കടന്നു വരുമ്പോൾ എൻ്റെ അടുത്ത കൂട്ടുകാരൻ ആണ് എങ്കിൽ ഞാനത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കും. എന്നാൽ അയാൾ ഇച്ചിരി അകന്ന ബന്ധുവാണ് എങ്കിൽ അവ ചെയ്തു നൽകുവാനായിട്ട് ഞാൻ ആദ്യം മടി കാണിക്കും, എങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ അതൊരു ശത്രുവാണ് എങ്കിൽ ഞാൻ ഒരിക്കലും അത് ചെയ്തു കൊടുക്കുകയില്ല, ആ നന്മ ചെയ്തു കൊടുക്കുകയില്ല. ഇത് വ്യക്തമാണ്. ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവരെയും ഒരുപോലെ കാണുവാനായിട്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സാരാംശം എന്ന് പറയുക. എല്ലാവരെയും ഒരുപോലെ കാണുക. ഒരുപോലെ കാണുമ്പോൾ എനിക്ക് ശത്രുക്കളില്ല, മിത്രങ്ങളില്ല, കുടുംബക്കാരില്ല, അങ്ങനെ തുടങ്ങുന്ന ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. എല്ലാവരും ഒന്നാണ് എന്ന ചിന്ത നമ്മളിലേക്ക് കടന്നു വരും. ആയതിനാൽ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം, എല്ലാവരെയും ഒരുപോലെ കാണുവാനായിട്ട്. ക്രിസ്തുനാഥൻ പഠിപ്പിക്കുന്നത് പോലെ ശത്രുക്കളില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.